ഇവിടത്തെ ലോക്കൽ ക്ലബ്ബുകാരുടെ ഗാനമേളകൾ പാടാൻ പോയാൽ ആരറിയാന്? കാശും കിട്ടില്ല, ചീത്തപ്പേര് മാത്രം മിച്ചം. അവള് വീട്ടിലിങ്ങനെ മുനി പോലെ കുത്തിരിക്കുന്നതിനേക്കാളും നല്ലതല്ലേ പാടാൻ പോകുന്നത്? മനസ്സിലെങ്കിലും സന്തോഷം കിട്ടുമല്ലോ. ഞാൻ പറഞ്ഞത് എന്താണെന്ന് അളിയന് മനസ്സിലായില്ല. നമ്മുടെയൊക്കെ കുടുംബത്തിലുള്ള പെമ്പിള്ളേർക്ക് ചേർന്ന പണിയല്ലത്. അത് പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള ബോധം ഈ മനുഷ്യനുണ്ടോ? സൂസൻ എങ്ങനെ പാടണമെന്ന് മോഹം ഉണ്ടെങ്കിൽ ദൂരദർശനിൽ എന്റെ ഒരു സുഹൃത്തുണ്ട്, ഓഫീസറാ. അയാളോട് പറഞ്ഞ് ടി വി ഞാൻ പാടിപ്പിക്കാം. 4 ആൾ അറിയുകയും ചെയ്യും, നല്ല കാശും കിട്ടും. ടി വിയിൽ പാടാൻ പോണു. ലക്ഷക്കണക്കിന് ആൾക്കാർ കേൾക്കാനുള്ളതാ. അതിനുള്ള ശബ്ദം വല്ല ഇവൾക്കുണ്ടോ? അങ്ങനെ എന്തെങ്കിലും മാർഗമുണ്ടെങ്കിൽ നീ അവൾക്ക് ടി വിയിൽ പാടാൻ ഒരു ജോലി വാങ്ങിച്ചു കൊടുക്കും. അല്ല, സൂസൻ എവിടെ? എടി സൂസ, ഇവളിത് എവിടെ പോയി കിടക്കുക? ഞാനിവിടെ ഉണ്ട്. ഇവിടെ നിൽക്കായിരുന്നു എല്ലാം കേട്ടോണ്ട്. സൂസന് ടി വി പാടണമെന്ന് ആഗ്രഹമുണ്ടോ? എന്നാ നാളെ തന്നെ റെഡിയായിക്കോ. പേടിക്കാനൊന്നും ഇല്ലെന്നേ, ഞാനില്ലേ കൂടെ. കൂടി വന്നാൽ അയാൾ ഒരു പാട്ട് പാടാൻ പറയും. ഒരു പാട്ടങ്ങ് പാടി വയ്ക്കണം. ആദ്യമായിട്ടാണല്ലേ ഇത്രയും വലിയ ഹോട്ടൽ കയറുന്നത്. ആട്ടെ, സൂസനെ കുടിക്കാൻ എന്താ വേണ്ടേ? എന്തായാലും മതി. ഹലോ, റൂം സർവീസ് 245. 1 coffee and 1 fresh lime. Okay. ഹലോ, ഞാനാ അലക്സ്. അതെ, ജയപ്രാശിന്റെ റൂമിലാ. ഇപ്പൊ വന്നേ ഉള്ളൂ. എന്റെ കസിന് ടി വിയിൽ ഒരു പ്രോഗ്രാമിന്റെ കാര്യം പറയാൻ വന്നാ. അതെ, സിംഗറാ. യെസ്, ജാരിയും ചിത്രയൊക്കെ ഔട്ടാവും. എന്നാ ശരി, ഓക്കെ, വൈകിട്ട് കാണാം. സാർ, കോഫി അവിടെ വച്ചേക്ക്. ടിവിയിലെ പാട്ടും ഇന്റർവ്യൂവും ഒക്കെ അയാൾ തന്ത്രപൂർവ്വം ഒരുക്കിയ ഒരു കെണിയായിരുന്നു. എന്നിട്ടും ചിറ്റപ്പന്റെ ആന്റിയുടെ മുന്നിൽ ഞാൻ തെറ്റുകാരിയായി. മുറിവേറ്റ മനസ്സുമായി ഇരുണ്ട മുറിയിൽ ഒതുങ്ങിക്കഴിയുമ്പോഴാണ് ഞാൻ പാടിയിരുന്ന ട്രൂപ്പിലെ വയലിനിസ്റ്റ് വഴി ചാന്ദിനി ഹോട്ടലിൽ പാട്ടുകാരിയായി ജോലി കിട്ടിയത്. ഇപ്പോൾ മറ്റൊരു ദുരന്തം കൂടി. സൂസൻ വിഷമിക്കണ്ട, അയാൾ ചത്തിട്ടൊന്നും ഉണ്ടാവില്ല. ഒരു ചെറിയ മുറിവല്ലേ ഉള്ളൂ. കഴിഞ്ഞ കഥകളൊക്കെ കേൾക്കേണ്ടിയിരുന്നില്ല എന്നിപ്പോ തോന്നുന്നുണ്ടല്ലേ? ഒരിക്കലുമില്ല. ഒരു പെൺകുട്ടിയും ഇത്തരം അനുഭവങ്ങളൊന്നും ആരോടും തുറന്നു പറയാറില്ല. സൂസൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആ മനസ്സ് കാണാൻ എനിക്ക് കഴിയും. അയ്യോ, സൂസന്റെ കഥ കേട്ടിരുന്നപ്പോ വാനിലിരിക്കുന്ന ഡെഡ് ബോഡിയുടെ കാര്യം വരെ ഞാൻ മറന്നുപോയി. ഇന്ന് രാത്രി തന്നെ അത് കളഞ്ഞില്ലെങ്കിൽ ആകെ കുഴപ്പമാവും. ഞാൻ ഗോപി ഒന്ന് അന്വേഷിച്ചിട്ട് വരാം. അവൻ ഇനി എന്തെല്ലാം കുഴപ്പങ്ങൾ കാട്ടിക്കൊട്ടുമാവോ? എന്താ പ്രശ്നം? ദൈവത്തിനറിയാം. എന്നെ കല്യാണം കഴിക്കണമെന്ന് പറയാൻ കൂടിയിരിക്കാം. എന്റെ സൗന്ദര്യം എനിക്ക് ഇത്രയും വലിയ ശാപമായി തീരുമെന്ന് ഞാൻ വിചാരിച്ചു. നിനക്ക് അവരെ നേരത്തെ പരിചയമുണ്ടോ? എവിടെ? ഇത് ഞാൻ സോൾവ് ചെയ്യാം. എന്താ ചേച്ചി പ്രശ്നം? ഇയാൾ എന്നെ കെട്ടാന്ന് പറഞ്ഞതാ. അയ്യോ, നിങ്ങൾക്ക് ആള് തെറ്റിപ്പോയതാ. അയ്യോ, ശരിയാ, നീ തന്നെയാണ്. എന്താണിത്? ഞാൻ എത്ര കത്തയച്ചു? എനിക്കാ? എണ്ണത്തിനെങ്കിലും മറുപടി അയച്ചോ? അയ്യോ, ഇത് ഇവർക്ക് ഭ്രാന്താണ്. നീ എന്താ ആവരേച്ച കത്തിന് മറുപടി അയക്കാത്തത്? എന്റെ വണ്ടിയിൽ ആ ഭൂതനെ പേടിച്ച് ഓടി ഓടി എന്റെ പിന്നതയിൽ ഇളകി. സ്റ്റേഡിയത്തിന്റെ അവിടെ നിൽക്കാന്ന് പറഞ്ഞിട്ട് നീ എവിടെ പോയി കിടക്കായിരുന്നു? വണ്ടിയിൽ ഒരു പെണ്ണിനെ വെച്ച് എത്ര നേരം വെച്ചാൽ കാത്തിരിക്കുക. നിന്നെ കാണാതായപ്പോ ഞാൻ ഹോട്ടലിൽ ഒരു റൂം എടുത്തു. ഓഹോ, അമ്മയ്ക്ക് പ്രസവ വേദന, മോക്ക് വീണവായന. ഇവിടെ ഭ്രാന്തം പേപ്പട്ടിയുടെ കടിയും കൊണ്ട് ഓടും പോലെയാ ഞാൻ കിടന്ന് ഓടിയത്.
ആ സൂട്ട്കേസിൽ നിന്ന് മണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഒരു ബോട്ടിൽ പെർഫ്യൂം വാങ്ങിച്ചടിച്ചാലോ? അതാ നല്ലത്. ഇല്ലെങ്കിൽ പാപ്പിച്ചേട്ടൻ നാറും നമ്മളും നാറും. എവിടാ പണം? അയ്യോ, ഏത് പണം? വെറുതെ തരി കേടാക്കണ്ട. ഫിലിം പെട്ടിക്കകത്ത് നിന്ന് കിട്ടിയ പണം എവിടെയാണ്? സത്യം പറഞ്ഞു. അതെ, പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പണം ഞങ്ങളുടെ കയ്യിൽ കിട്ടിയെന്നുള്ള സത്യമാണ്. പക്ഷേ പെട്ടി ഞങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. അതെ, മിസ്സായിപ്പോയി. മര്യാദയ്ക്ക് ചോദിച്ചാലും അവന്മാര് സത്യം പറയില്ല. എനിക്കറിയില്ല, എനിക്കറിയില്ലെന്ന് പറയണം. വാനിനകത്ത് സൂട്ട് കേസിനകത്തുണ്ട്. നേരാണോടാ? നമുക്കൊരു കാര്യം ചെയ്യാം. ആ പണം പകുതി പകുതി എടുക്കാം. 50-50. പകുതി അതെന്താ താടി നോക്കണം. പോലീസ് 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 ഓടിക്കും ഓടിക്കും ഓടിക്കും. മതി, നിർത്ത്. മിടുക്കന്മാർ, ഈ പണം തിരിച്ചിട്ടുവെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചല്ല. കൺഗ്രാറ്റുലേഷൻസ് മൈ ഡിയർ ബോയ്സ്. സുന്ദരേശ, തുറക്കണം. ഓക്കെ. എന്താണ് കാണുന്നത്? ഇയാളെങ്ങനെ പെട്ടിക്കകത്ത് കയറി? ഇത് തീർന്നിറക്കണേ കേട്ടാ. പെട്ടി കണ്ടാൽ അറിഞ്ഞൂടാ നിനക്കൊക്കെ. അവന്മാര് പണം മുഴുവൻ തട്ടിയെടുത്ത് നമ്മൾ ചീറ്റ് ചെയ്താണ്. ഞങ്ങൾ വിചാരിച്ചു ശവമാണെന്നല്ലേ? എന്താണ് മാമനോടെ മെഡിക്കൽ കോളേജ് വല്ലതും തുടങ്ങാൻ പോണ്ട ശവം മേടിച്ച് സൂക്ഷിക്കാൻ? എന്തൊരു നാറ്റം മാമാ. നമുക്കിത് ഫോറൻസിക് സൈലന്റ് വാലിയിൽ അയച്ചു കൊടുത്ത് ടെസ്റ്റിംഗ് നടത്തിയാലോ? പാപ്പിച്ചേട്ടന്റെ ബോഡി കയ്യിൽ നിന്ന് പോയി എന്ന് കരുതി നമ്മൾ രക്ഷപ്പെട്ടിട്ടില്ല. ഡെഡ് ബോഡി എവിടെയെങ്കിലും പൊങ്ങിയാൽ നമ്മൾ ആകെ കുടുങ്ങും. തിയേറ്ററിൽ ഇക്കിളി കൂട്ടും പെണ്ണിന്റെ പ്രിന്റും നമ്മളെ കാണാനില്ല എന്ന് വരുമ്പോ തന്നെ സാമിയുടെ അടുത്ത് ആളിയല്ലോ. അവിടെ ഇല്ലാന്ന് അറിയുമ്പോ വീട്ടിലേക്ക് ആളയക്കും. പിന്നെ പാപ്പിച്ചേട്ടനെ കൂടെ കാണാനില്ല എന്ന് വരുമ്പോ പ്രശ്നമായ ഗുരുതരമാവും. അയ്യോ, വീട്ടിലാളിയെന്ന് എല്ലാരും അറിയും. സരിത അറിഞ്ഞാലുള്ള സ്ഥിതി നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതിന് നമ്മൾ പാപ്പിച്ചേട്ടനെ കൊന്നിട്ടൊന്നുമില്ലല്ലോ. ഫിലിം പെട്ടിക്ക് അകത്തുനിന്ന് കിട്ടിയ രൂപ ഒളിപ്പിച്ചു വെച്ചു എന്നൊരു തെറ്റല്ലേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഏതായാലും സ്വാമിയുടെ ഡിസ്ട്രിബ്യൂഷൻ ഓഫീസ് വരെ നമുക്ക് പോയാലോ? അവിടുത്തെ സ്ഥിതി ഒന്ന് അന്വേഷിക്കാം. ചേട്ടാ, അത് കൂടുതൽ പുലിവാലാവൂലേ? നമുക്ക് പോയി നോക്കാം. നീ മുറിയിലേക്ക് വരണ്ട.
ഞാൻ പോയി അറിയാത്ത വിധത്തിൽ അന്വേഷിച്ചിട്ട് വരാം. എന്നാ വാ. ഐ എം സോറി. ഈ ടെൻഷൻ്റെ ഇടയ്ക്ക് ഞാൻ സൂസന്റെ കാര്യം മറന്നു. എന്നെ ഹോട്ടലിൽ തന്നെ കൊണ്ടുവിട്ടുള്ളൂ. അങ്ങോട്ടല്ലാതെ എനിക്ക് വേറെ പോകാൻ ഇടമില്ല. ഇല്ല, ഇനി ഒരിക്കലും സൂസനെ ഞാൻ അങ്ങോട്ട് അയക്കില്ല. സൂസൻ എന്നും എന്നോടൊപ്പം ഉണ്ടായിരിക്കും. എന്താ ഇത്? ഇക്കിളി കൂട്ടും പെണ്ണ് ദന്നിയിൽ വെച്ചിരുന്നതല്ലേ? പിന്നെ എങ്ങനെ ഈ പെട്ടി ഇവിടെ വന്നു? നാരായണ, നാരായണ, ഇതാരും ഇവിടെ കൊണ്ടുവച്ചു? ഞാൻ കണ്ടില്ല സ്വാമി. കണ്ടില്ലെന്നോ? പിന്നെ ഇതെങ്ങനെ ഇവിടെ വന്നു? അല്ല, പെട്ടി വലുതാണല്ലോ. ഇനി സിനിമാസ്കോപ്പ് പടായിരിക്കോ? നീ ഇതൊന്ന് തുറന്നേ. എന്റെ ഈശ്വര, ഇതൊരു ഡെഡ് ബോഡി ആണല്ലോ. മത്തായി, പ്രദീപേ, രാഘവ, ഓടി വായോ. എന്താ സ്വാമി? എന്താ സ്വാമി? എന്തുണ്ടായി? എന്ത് പറ്റി? എന്താ സ്വാമി ഇത്? എനിക്കൊന്നും അറിയില്ല. പെട്ടി തുറന്ന് നോക്കിയപ്പോ ഒരു ഡെഡ് ബോഡി. സ്വാമി ഉടനെ പോലീസിൽ അറിയിക്കണം. പോലീസിൽ അറിയിച്ച എനിക്ക് വല്ല കുഴപ്പമുണ്ടാവോ? അറിയിച്ചില്ലെങ്കിലേ കുഴപ്പം. സ്വാമി വേഗം ഫോൺ ചെയ്യും. ഹലോ, പോലീസ് സ്റ്റേഷൻ. നമുക്ക് ആദ്യം ഓഫീസിൽ ചെന്ന് നടന്നത് എന്താണെന്ന് സ്വാമിയോട് തുറന്നു പറയാം. എന്നിട്ട് ഇന്ന് തന്നെ ഈ വണ്ടി തിരികെ കൊടുക്കാം. ഇന്ന് തന്നെ തിരിച്ചു കൊടുക്കണോ? ഈ വണ്ടി ഉള്ളതുകൊണ്ടാ നമ്മൾ രക്ഷപ്പെട്ട് നിൽക്കുന്നത്. ഇന്ന് കൊടുത്തില്ലെങ്കിൽ ഇനി വണ്ടി കേസ് വേറെ വരും. സൂസൻ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാ. ഇവിടെ വേറെ ആരാ ഉള്ളത്? നാരായണൻ ഉണ്ടായിരുന്നു. ഇങ്ങോട്ട് മാറിക്കാൻ. ആരാടാ അവിടെ പെട്ടി കൊണ്ടുവച്ചത്? എനിക്കറിയില്ല സാർ. നിനക്കറിയില്ലേ? നിങ്ങൾ മിണ്ടണ്ട. ഞാൻ വരുമ്പോ കൂടി ഉണ്ട്. പറയടാ. ഞാനിങ്ങോട്ട് വരുമ്പോ ഓഫീസിന്റെ വാതിൽക്കൽ പെട്ടി ഇരിപ്പുണ്ടായിരുന്നു. ഈ കണ്ണാടിയുള്ള ചേട്ടൻ. ഇങ്ങോട്ട് മാറിക്കോ. നീ ഞാനാണോ എന്റെ റെപ്രസെന്റേറ്റീവ്? ഞാനല്ല സാർ. പിന്നെ ആരാ? അവരും എനിക്ക് പോയിരിക്കാൻ വരും. ആകെ പ്രശ്നമായി. ആൾക്കൂട്ടം പോലീസും. പാപ്പിച്ചേട്ടന്റെ ബോഡി ഇവിടെ പെട്ടിക്കകത്ത്. അയ്യോ, അതെങ്ങനെ ഇവിടെ വന്ന്? ആർക്കറിയാം? ആ സ്വാമിയെടുത്ത് ഇൻസ്പെക്ടർ ചോദിച്ചോണ്ടിരിക്കുക നമ്മുടെ രണ്ടുപേരുടെയും കാര്യമാണ്. നമ്മൾ ഇനി ഇവിടെ നിന്നാ കുഴപ്പം. വേറെ രക്ഷപ്പെടാം.